നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത്. 1,00,000 ശ്ലോകങ്ങളോട് കൂടിയ മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം വ്യാസമഹർഷിയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വ്യാസമഹർഷി വിവരിച്ചു കൊടുത്ത മഹാഭാരത കഥ ഗണപതി ഭഗവാൻ എഴുതി എന്നാണ് ചില പുരാണങ്ങളിൽ വ്യക്തമാക്കുന്നത്. മഹാഭാരത കഥയുടെ രചനയുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട്. അതായത് വേദവ്യാസനും ഗണപതിയും പരസ്പരം ഓരോ നിബന്ധനകൾ വെച്ചു. ഗണപതി വെച്ച നിബന്ധന ഇപ്രകാരമായിരുന്നു. അതായത് കഥ ഒരിക്കൽ വിവരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഇടയ്ക്ക് നിർത്താൻ പാടില്ല. വ്യാസൻ അത് അംഗീകരിക്കുകയും പകരം മറ്റൊരു നിബന്ധന വെക്കുകയും ചെയ്തു. അതായത് വ്യാസൻ വിവരിച്ചു കൊടുക്കുന്ന ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി വേണം എഴുതേണ്ടത് എന്നായിരുന്നു. ഗണപതിയും അത് അംഗീകരിച്ചു. അങ്ങനെ വേദവ്യാസനും ഗണപതിയും നടത്തിയ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം ഭാരതദേശത്തിന് എന്ന് മാത്രമല്ല ഈ ലോകത്തിനൊട്ടാകെ ലഭിച്ചത് എന്നാണ് വിശ്വാസം. എന്നാൽ മഹാഭാരതത്തിന്റെ ആദ്യകാല നാമം ഇതായിരുന്നില്ല. ജയം എന്നർത്ഥം വരുന്ന ജയ എന്നായിരുന്നു. പിന്നീട് തലമുറകളിലൂടെ കൈമാറി വന്ന ജയ മഹാഭാരതം എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. വ്യാസനാൽ വിവരിക്കപ്പെട്ട് ഗണേശനാൽ രചിക്കപ്പെട്ട മഹാഭാരത കഥ ഭാരത മണ്ണിന് ഒട്ടാകെ ലഭിക്കുന്നതിന് മുൻപായി ആദ്യമായി ഈ കഥ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞിരുന്നു. ആരാണ് ആ രണ്ട് വ്യക്തികൾ? എന്താണ് മഹാഭാരത കഥ ആദ്യമായി പറയാനുണ്ടായ സാഹചര്യം? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. കുരുവംശത്തിന്റെ രാജാവായി ജനമേജയൻ ഭരണമേൽക്കുമ്പോൾ എല്ലാ നാടുകളും കുരുവംശത്തിന്റെ കീഴിലായിരുന്നു. കാരണം പഞ്ചപാണ്ഡവരുൾപ്പെടുന്ന ജനമേജയന്റെ മുൻഗാമികൾ ആദ്യം തന്നെ എല്ലാ നാടുകളും കുരുവംശത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു. അളവറ്റ സമ്പത്തും അധികാരവും കൈവശമുണ്ടായിരുന്ന ജനമേജയന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലായിരുന്നു. സ്വാഭാവികമായും ഉത്തരവാദിത്തങ്ങൾ കുറയുമ്പോൾ മനസ്സ് പല സന്തോഷങ്ങളും തേടിപ്പോകും. ജനമേജയന്റെ സന്തോഷം മുഴുവൻ പകിട കളിക്കുന്നതിലായിരുന്നു. കയറിയും ഇറങ്ങിയും കളിക്കുന്ന നാഗങ്ങളോടും ഏണികളോടും ഒപ്പമായിരുന്നു ജനമേജയന്റെ മനസ്സ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജനമേജയനെ കാണാനായി ഉത്താലകൻ എന്ന ഒരു സന്യാസി വര്യൻ രാജകൊട്ടാരത്തിലെത്തുന്നത്. പകിടകളിയിൽ മുഴുകിയിരുന്ന ജനമേജയൻ ഋഷിവര്യന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. രാജാവിന്റെ ഈ പെരുമാറ്റത്തിൽ അതൃപ്തി തോന്നിയ ഉത്താലകൻ ചില കാര്യങ്ങൾ മാത്രം രാജാവിനോട് പറഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉത്താലകൻ പറഞ്ഞത് ഇതായിരുന്നു: രാജാവേ, നീ ഇപ്പോൾ കയറിയും ഇറങ്ങിയും കളിക്കുന്ന ഈ നാഗങ്ങളുടെ വിഷമാണ് നിന്റെ പിതാവിനെ കൊന്നത്. ഒരിക്കൽ ആ വിഷം നിന്നെയും തേടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഉത്താലകൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനമേജയൻ അമ്പരന്നു പോയി. കാരണം തന്റെ പിതാവായ പരീക്ഷത്തിനെ കുറിച്ച് ജനമേജയന് വലിയ ഓർമ്മകളൊന്നും തന്നെയില്ല. താൻ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ കാലുകളിൽ പിടിച്ച് വണങ്ങിയിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പരീക്ഷിത്ത് രാജാവിനെ പിന്നീട് ജനമേജയൻ കണ്ടിട്ടില്ല. മറ്റാരും തന്നെ തന്റെ പിതാവിനെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടുമില്ല. തന്റെ പിതാവിന് എന്തായിരിക്കും സംഭവിച്ചത് എന്ന ജിജ്ഞാസയോടെ ഉടൻ തന്നെ ജനമേജയൻ ഉത്താലകനെ കാണാനായി പുറപ്പെട്ടു. ഉത്താലകന്റെ സമീപമെത്തിയ ജനമേജയൻ തന്റെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോ ഉത്താലകൻ പറഞ്ഞു: സംഭവിച്ച കാര്യങ്ങളൊക്കെ നീയും നിന്റെ പിതാവായ പരീക്ഷത്തും അറിയാതിരുന്നതിന്റെ പ്രധാന കാരണം മായക്കണ്ണനായ കൃഷ്ണനാണ്. ഒരു പട്ടുതുണിയിട്ടെന്നതുപോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും മറച്ചുവെച്ചു. ആദ്യം ഞാൻ നിന്റെ പിതാവായ പരീക്ഷത്തിനെ കുറിച്ച് പറയാം, അതിനുശേഷം അതിനു മുൻപ് നടന്ന സംഭവങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്താലകൻ കഥ പറയാൻ തുടങ്ങി. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയം അർജുനന്റെ പുത്രനായ അഭിമന്യു കൗരവരുടെ ചതിയിൽപ്പെട്ട് വധിക്കപ്പെട്ടു. വളരെ ചെറുപ്പത്തിലെ പ്രാഗൽഭ്യം തെളിയിച്ച യോദ്ധാവായിരുന്നു അഭിമന്യു. അഭിമന്യു വധിക്കപ്പെടുമ്പോൾ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ വയറ്റിൽ അഭിമന്യുവിന്റെ കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. ജനമേജയന്റെ പിതാവായ പരീക്ഷിത്തായിരുന്നു ആ കുഞ്ഞ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർക്കായാലും കൗരവർക്കായാലും ഒരു പിൻഗാമി കൂടി അവശേഷിച്ചിരുന്നില്ല. കാരണം എല്ലാവരും തന്നെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവശേഷിച്ചത് ഉത്തരയുടെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞു മാത്രമായിരുന്നു. നീചനായ അശ്വത്ഥാമാവ് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ആ കുഞ്ഞിനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു. കുഞ്ഞ് ജനിച്ചയുടൻ കൃഷ്ണൻ കുഞ്ഞിനെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു കടൽ ചിപ്പിക്കുള്ളിൽ വെച്ച് വളർത്തി. വളർന്നു വലുതായ പരീക്ഷത്തിനെ യൗവനപ്രായം എത്തിയപ്പോഴാണ് കൃഷ്ണൻ ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവന്നത്. ഹസ്തിനാപുരിയിലെത്തിയ പരീക്ഷിത്ത് രാജാവ് രാജഭരണം ഏറ്റെടുത്തു. പ്രജാതൽപരനും ധർമ്മിഷ്ഠനുമായിരുന്നു പരീക്ഷിത്ത്.
പരീക്ഷിത്ത് രാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോവുകയായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വേട്ടയാടാനെത്തിയ രാജാവ് ഒരു മാനിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. വഴിയിൽ വെച്ച് കാണാതായ മാനിനെ പിന്തുടർന്നെത്തിയത് മൗനവ്രതത്തിലെത്തിയ ശമീക മുനിയുടെ മുന്നിലായിരുന്നു. ഇതുവഴി ഒരു മാൻ വരുന്നത് കണ്ടോ എന്ന് രാജാവ് ശമീകനോട് ചോദിച്ചു. എന്നാൽ മൗനവ്രതത്തിലിരുന്ന മുനി ഉത്തരമൊന്നും പറഞ്ഞില്ല. രാജാവ് ചോദ്യം ആവർത്തിച്ചു. മുനി വീണ്ടും മൗനം പാലിച്ചതേയുള്ളൂ. ഇത് രാജാവിൽ അത്യധികം കോപമുണ്ടാക്കി. കോപം ഒരു നിമിഷത്തേക്ക് വിവേകത്തെ നശിപ്പിച്ചു. പെട്ടെന്നുണ്ടായ ആ കോപത്തിന് പരീക്ഷിത്ത് രാജാവ് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. മുനി സംസാരിക്കാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം മുനി എന്തുകൊണ്ട് തന്നെ ബഹുമാനിച്ചില്ല എന്ന ചിന്തയാണ് അന്നേരം പരീക്ഷത്തിനുണ്ടായത്. ഇതിന് മുനിക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് കരുതിയ പരീക്ഷത്ത് സമീപത്ത് കിടന്ന ഒരു ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിലേക്ക് അണിയിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് മുനിയുടെ പുത്രനായ ശൃംഗി അവിടേക്ക് വരികയും ഈ കാഴ്ച കാണാൻ ഇടവരികയും ചെയ്തു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശൃംഗി തന്റെ പിതാവിനെ അപമാനിച്ച പരീക്ഷിത്ത് രാജാവ് ഇന്നേക്ക് 7ാമത്തെ ദിവസം പാമ്പ് കടിയേറ്റ് മരണപ്പെടും എന്ന് ശപിക്കുകയും ചെയ്തു. മകന്റെ ശാപത്തെക്കുറിച്ചറിഞ്ഞ ശമീക മുനി മകന്റെ പ്രവൃത്തിയിൽ ദുഃഖിക്കുകയും കൊട്ടാരത്തിലേക്ക് ശിഷ്യനെ അയച്ച് രാജാവിനെ ശാപത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. ഇതേസമയം പരീക്ഷിത്ത് രാജാവും ദുഃഖിതനായിരുന്നു. ശാപത്തേക്കാൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചത് വിവേകമില്ലാതെ താൻ ചെയ്തു പോയ പ്രവൃത്തിയിലായിരുന്നു. രാജാവിനെ എങ്ങനെയെങ്കിലും ശാപത്തിൽ നിന്നും രക്ഷിക്കാനായി മന്ത്രിമാർ എല്ലാവരും കൂടി ആലോചിച്ച് ഒറ്റത്തൂണുള്ള ഒരു 7 നില മാളിക പണിയിച്ച് രാജാവിനെ സർവ്വ സുരക്ഷാ സന്നാഹങ്ങളോടും കൂടി ആ മാളികയിലേക്ക് മാറ്റി. അന്നാണ് പരീക്ഷിത്ത് അവസാനമായി പുത്രനായ ജനമേജയന്റെ കാൽ തൊട്ട് വണങ്ങി കൊട്ടാരം വിട്ടിറങ്ങിയത്. അഹംഭാവത്തിന്റെയോ കാമത്തിന്റെയോ ഇച്ഛയുടെയോ ഒരു കണിക പോലും ഈ 7 ദിവസങ്ങളിൽ രാജാവിന്റെ മനസ്സിൽ വരാൻ പാടില്ല എന്ന് ഗുരുവായ വൈശമ്പായനൻ ഉപദേശിച്ചു. അപ്രകാരം രാജാവ് ഈശ്വര ചിന്തയോടെ വ്രതമനുഷ്ഠിച്ച് ആ മാളികയിൽ കഴിഞ്ഞു. ഇതിനിടയിൽ നാഗപ്രമാണിയായ തക്ഷകൻ രാജാവിനെ കടിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ശാപത്തോടൊപ്പം തന്നെ തക്ഷകന് പാണ്ഡവരോട് മുൻകാല വൈരാഗ്യവും ഉണ്ടായിരുന്നു. അതിനാൽ പാണ്ഡവരുടെ വംശത്തിൽപ്പെട്ട രാജാവിനെ കൊല്ലണമെന്ന ചിന്തയോടെ തക്ഷകനും കാത്തിരുന്നു. അങ്ങനെ 7ാമത്തെ ദിവസം വന്നെത്തി. തക്ഷകൻ തന്റെ കൂടെയുള്ള നാഗങ്ങളോട് ബ്രാഹ്മണ വേഷം ധരിച്ച് രാജാവിന് പഴങ്ങൾ കൊണ്ടുപോയി നൽകാൻ ആവശ്യപ്പെട്ടു. സൈനികർ ആദ്യം ബ്രാഹ്മണരെ തടഞ്ഞെങ്കിലും പിന്നീട് അവരെ രാജാവിനടുത്തേക്ക് അയച്ചു. രാജാവിന് മുന്നിൽ ഫലങ്ങളെല്ലാം സമർപ്പിച്ചു. സൂര്യാസ്തമയം അടുത്തിരുന്നു. ഈ സമയം പരീക്ഷിത്ത് രാജാവിന് വലിയ ആശ്വാസം തോന്നി. അതായത് 7ാമത്തെ ദിവസവും ഇതാ കടന്നു പോകാറായിരിക്കുന്നു. ഇനി തനിക്ക് ശാപമേൽക്കില്ല. അതിനാൽ വ്രതം അവസാനിപ്പിക്കാനായി ബ്രാഹ്മണർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരു പഴം എടുത്ത് പൊട്ടിച്ചു. ആ പഴത്തിനുള്ളിൽ ചുവന്ന കണ്ണുകളോട് കൂടിയ കറുത്ത നിറത്തിലുള്ള ഒരു പുഴു ഉണ്ടായിരുന്നു. പുഴുവിന്റെ രൂപത്തിൽ വന്ന തക്ഷകനായിരുന്നു അത്. ശാപത്തിന്റെ കാലാവധി തീരുന്നു. ഇനി വിഷത്തെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് പുഴുവിനെ എടുത്ത് കഴുത്തിൽ വെച്ചു. ഉടൻ തന്നെ പുഴു അതിഭയങ്കരമായ രൂപത്തിൽ തക്ഷകനായി മാറി രാജാവിനെ ആഞ്ഞുകൊത്തി. നിമിഷ നേരത്തിനുള്ളിൽ രാജാവ് മരിച്ചു വീണു. അങ്ങനെ മുനിശാപം ഫലിക്കുകയും ചെയ്തു. ഈ കഥ കുത്താലകൻ ജനമേജയ രാജാവിനോട് പറഞ്ഞു. ഇത് മാത്രമല്ല, നിന്റെ പിതാമഹനായ അഭിമന്യു ഉൾപ്പെടെ കുരുവംശം പരസ്പരം നടത്തിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് പേർ മരണമടഞ്ഞു. ഇന്നും അവിടെ ചോരയുടെയും കണ്ണുനീരിന്റെയും നനവ് മാറിയിട്ടില്ല. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീരിന്റെ ശാപം നിന്റെ വംശത്തെ മുഴുവൻ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നും കുത്താലകൻ പറഞ്ഞു. കഥ മുഴുവൻ കേട്ട ജനമേജയൻ തന്റെ വംശത്തെ എങ്ങനെയെങ്കിലും ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കണമെന്നും തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരായ നാഗങ്ങളെ വംശത്തോടെ ഇല്ലായ്മ ചെയ്യണമെന്നും തീരുമാനിച്ചു. അതിന് ആദ്യം വേണ്ടത് കാമത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഇച്ഛയുടെയും പ്രതീകങ്ങളായ നാഗങ്ങളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം എന്നതാണെന്ന് ജനമേജയൻ തീരുമാനിച്ചു. ആഗ്രഹങ്ങൾ അഥവാ ഇച്ഛകൾ ഇല്ലെങ്കിൽ പരസ്പരം ജനങ്ങൾക്കിടയിൽ വൈരാഗ്യമോ പകയോ ശത്രുതയോ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു കുരുക്ഷേത്ര യുദ്ധം ഇവിടെ നടക്കുകയുമില്ല എന്ന് ജനമേജയൻ തീരുമാനിച്ചു. ജനമേജയൻ തന്റെ ആവശ്യം കുലഗുരുവായ വൈശമ്പായനനെ അറിയിച്ചു. വൈശമ്പായനൻ ജനമേജയന് വേണ്ടി ഒരു സർപ്പസത്രം നടത്താൻ തീരുമാനിച്ചു. അതൊരു സർപ്പബലിയായിരുന്നു. അതായത് യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ നാഗങ്ങളെല്ലാം യജ്ഞത്തിന്റെ ശക്തിയാൽ ആവാഹിക്കപ്പെട്ട് അഗ്നിയിലേക്ക് വന്നു വീണ് എരിഞ്ഞമരുക എന്നതായിരുന്നു ആ യജ്ഞത്തിന്റെ ലക്ഷ്യം. അങ്ങനെ യജ്ഞം ആരംഭിച്ചു. ഭൂമിയിലെ നാഗങ്ങൾ ഓരോന്നായി അഗ്നിയിലേക്ക് വന്നു വീണ് എരിഞ്ഞമരാൻ തുടങ്ങി. ഒടുവിൽ ബാക്കിയായത് തക്ഷകനും കുറച്ചു പാമ്പുകളും മാത്രമായിരുന്നു. ഈ നാഗങ്ങൾ കൂടി അഗ്നിക്കിരയായാൽ പിന്നീട് നാഗങ്ങളെ ഉണ്ടാകില്ല.
എന്നാൽ ഒരു യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അവിടെ എത്തിയിരിക്കുന്ന അന്തണർകളെ തൃപ്തിപ്പെടുത്തുക എന്നത് ഒരു നിയമമാണ്. അവർ ആവശ്യപ്പെടുന്നത് എന്തും നൽകി അവരെ തൃപ്തിയാക്കിയാൽ മാത്രമേ ഒരു യജ്ഞം പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അടുത്തത് തക്ഷകന്റെ ഊഴമായിരുന്നു. അപ്പോൾ അവിടെ സന്നിഹിതനായിരുന്ന ആസ്തികൻ എന്ന ബ്രാഹ്മണ കുമാരൻ തക്ഷകന്റെ ജീവൻ ആവശ്യപ്പെട്ടു. ജരത്കാരു ഋഷിയുടെയും നാഗദേവതയായ മാനസാദേവിയുടെയും പുത്രനായിരുന്നു ബ്രാഹ്മണ കുമാരനായ ആസ്തികൻ. ആസ്തികന്റെ ആവശ്യം കേട്ട ജനമേജയൻ ധർമ്മസങ്കടത്തിലായി. കാരണം എന്തിനു വേണ്ടിയാണോ സർപ്പസത്രം നടത്തിയത് അതിന്റെ ഫലം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു ആസ്തികന്റെ ആവശ്യം. ആസ്തികൻ തന്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ജനമേജയന് യാഗം നിർത്തിവെക്കേണ്ടി വന്നു. യാഗം നിർത്തിവെക്കാൻ തന്നെ കാരണക്കാരനായ ആസ്തികൻ ചെയ്തത് മാപ്പർഹിക്കാനാവാത്ത തെറ്റാണെന്ന് ജനമേജയൻ ആസ്തികനോട് പറഞ്ഞു. അപ്പോൾ ആസ്തികൻ പറഞ്ഞു, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് താങ്കളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജനമേജയൻ പറഞ്ഞു, അതിന് എന്റെ കുടുംബത്തിൽ മുതിർന്നവരായി ആരുമില്ലല്ലോ. പിതാവോ പിതാവിന്റെ പിതാവോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? അപ്പോൾ ആസ്തികൻ പറഞ്ഞു, നിന്റെ പിതാവിന്റെയും പിതാമഹ സ്ഥാനത്തുള്ള വ്യാസമുനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, നീ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജനമേജയൻ വ്യാസമുനിയെ യജ്ഞശാലയിലേക്ക് വരുത്തി തന്റെ സങ്കടം ഉണർത്തിച്ചു. വ്യാസമുനിയോട് ജനമേജയൻ പറഞ്ഞു, പിതാമഹ, ഞാൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യജ്ഞം ആരംഭിച്ചത്. കാമത്തിന്റെയും ഇച്ഛയുടെയും പ്രതീകങ്ങളായ നാഗങ്ങളെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം എന്ന ഒരു ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇച്ഛ അഥവാ ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം വൈരാഗ്യമോ ശത്രുതയോ ഉണ്ടാവില്ല. ശത്രുതയോ വൈരാഗ്യമോ ഇല്ലെങ്കിൽ ഇനിയൊരു കുരുക്ഷേത്ര യുദ്ധം നടക്കുകയുമില്ല. ഈ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ യാഗം നടത്തിയത്. എന്നാൽ ഇപ്പോൾ യാഗം പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നിരിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ പിതാമഹ എന്ന് ജനമേജയൻ വ്യാസമുനിയോട് ചോദിച്ചു. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, ജനമേജയ, ആഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായതോ ആഗ്രഹങ്ങളില്ലാത്തതോ ആയ ഒരവസ്ഥ ഈ ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടിനും മധ്യത്തിലുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ. ആഗ്രഹങ്ങളില്ലായെങ്കിൽ സൃഷ്ടി ഉണ്ടാവുകയില്ല. സൃഷ്ടിയില്ലായെങ്കിൽ ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സൃഷ്ടിയും സംഹാരവും ഈ ലോകത്തിന് ആവശ്യമാണ്. ഇത് തന്നെയാണ് നിന്റെ കുടുംബത്തിന്റെയും കഥ. ഈ കഥ ഞാൻ ആദ്യമേ എഴുതിയതുമാണ് എന്ന് വ്യാസൻ ജനമേജയനോട് പറഞ്ഞു. എന്റെ കുടുംബത്തിന്റെ കഥയോ? എന്താണ് ആ കഥ? എനിക്കും അത് കേൾക്കണമെന്ന് ജനമേജയൻ വ്യാസനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ വ്യാസമുനി തന്റെ ശിഷ്യനായ വൈശമ്പായനോട് മഹർഷി എഴുതിയ ജയ എന്ന കാവ്യം ജനമേജയന് വിവരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം വൈശമ്പായനാണ് ആദ്യമായി ജയ എന്ന ആദ്യകാല നാമമുള്ള മഹാഭാരത കഥ ജനമേജയ രാജാവിന് വിവരിച്ചു കൊടുത്തത്. ആയിരം വർഷങ്ങളായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറി വന്ന മഹാഭാരത കഥ അങ്ങനെയാണത്രേ ആദ്യമായി അരങ്ങേറിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.